SSLC ഇംഗ്ലീഷ് എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് പ്രൊഫൈൽ റൈറ്റിംഗ്, അതുപോലെ റിപ്പോർട്ടർ സ്പീച്ച്, പാസേജ്. ഈ മൂന്നിൻ്റെയും ഫുൾ മാർക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രൊഫൈൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നെയിം ഓഫ് പേഴ്സൺ തന്നിട്ടുണ്ടാവും, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ആ വ്യക്തിയുടെ പ്ലേസ് ഓഫ് ബർത്ത്, അതുപോലെ അവരുടെ രക്ഷകർത്താക്കളുടെ പേര്, നെയിം ഓഫ് പേരൻസ്, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, അവാർഡ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവാർഡ്സ്, അതുപോലെ ഡെത്ത്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പ്രൊഫൈൽ എഴുതാൻ തരുമ്പോൾ തന്നെ ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പ്രൊഫൈൽ ഒരു ബോക്സിൻ്റെ അകത്ത് വേണം തയ്യാറാക്കാൻ. ഇനി നെയിം ഓഫ് പേഴ്സൺ, ആരുടെ പേരിലാണോ പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത് ആ പേര് ഹെഡിങ് ആയിട്ട് വലുതാക്കി എഴുതി കാണിക്കുക. ഹെഡിങ്ങിന് അടിയിലൊരു വരയിട്ടതിന് ശേഷം അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എഴുതേണ്ടത്. ഇപ്പോൾ പ്രൊഫൈൽ എഴുതാൻ തന്നിട്ടുള്ള വ്യക്തിയുടെ പേര് എഴുതിയിട്ട് വാസ് ബോൺ ഡേറ്റ് എഴുതുക. ഓൺ ചേർത്തിട്ടാണ് ഡേറ്റ് എഴുതേണ്ടത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഷീല വാസ് ബോൺ ഓൺ 19th June 1980. അപ്പോൾ വാസ് ഓൺ ഇത് രണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് പ്ലേസ് ഓഫ് ബർത്ത് ആണ് പ്രൊഫൈലിൽ എഴുതേണ്ടത്. ഷീല വാസ് ബോൺ ഓൺ 19th June 1918 ഇൻ കേരള. അപ്പോൾ സ്ഥലത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ മുമ്പിൽ ഇൻ ചേർത്തിട്ട് പറയുക. അതുപോലെ അത്ര ഫേമസ് അല്ലാത്ത ഒരു സ്ഥലം കൂടി ഇതിനോടൊപ്പം, അതായത് 2 സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫേമസ് ആവാത്ത സ്ഥലത്തിന് അറ്റ് ചേർത്തിട്ട് പറയുക. ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തിന് ഇൻ ചേർത്തിട്ട് എഴുതുക. ഇനി അടുത്തത് നെയിം ഓഫ് പേരൻസ്. ഹിസ് അല്ലെങ്കിൽ ഹെർ. പേരൻസ് വേർ രാജൻ ആൻഡ് സരോജിനി. വേർ ചേർത്തിട്ട് വേണം എഴുതാൻ. എന്താണ് പഠിച്ചിട്ടുള്ളതെന്നും അതുപോലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളതെന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ഷീ കംപ്ലീറ്റഡ് ഹെർ ഗ്രാജുവേഷൻ ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എന്താണ് പഠിച്ചിട്ടുള്ളത് അത് എഴുതുക. അത് എവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളതെന്നും കൂടി എഴുതുക. കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എഴുതുക. അതായത് ഷീ കംപ്ലീറ്റഡ് ഹെർ ഗ്രാജുവേഷൻ ഫ്രം ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പേര് എഴുതുക. ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത് അവാർഡ്സ്. ഷീ ഗോട്ട് മെനി അവാർഡ്സ്. ആ അവാർഡ്സിൻ്റെ പേര് എന്തൊക്കെയാണെന്ന് എഴുതാം. അല്ലെങ്കിൽ ഷീ റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡഡ് പത്മശ്രീ, വിശിഷ്ട സേവാ മെഡൽ, എങ്ങനെയൊക്കെ എഴുതാം. ഏതാണ് കൊടുത്തിട്ടുള്ളത്, ഏത് അവാർഡാണെന്ന് അവാർഡിൻ്റെ പേര് എഴുതുക. ഇനി അടുത്തത് ഡെത്താണ്. ഷീ പാസ്ഡ് അവേ ഓൺ 27th May 2080 ഇൻ ന്യൂഡൽഹി. അപ്പോൾ ഡേറ്റും പ്ലേസും കൊടുത്തിട്ടുണ്ടാവും. ആ ഡേറ്റിന് മുമ്പിൽ ഓൺ ചേർക്കുക, അതുപോലെ സ്ഥലത്തിന് മുമ്പിൽ ഇൻ ചേർക്കുക. അപ്പോൾ പ്രൊഫൈലിനെ കുറിച്ച് ഒരു ഏകദേശം ധാരണയായിട്ടുണ്ടാവും. ഇനി റിപ്പോർട്ടർ സ്പീച്ച്. റിപ്പോർട്ടർ സ്പീച്ച് 2 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാം. വളരെ സിമ്പിളാണ് റിപ്പോർട്ടർ സ്പീച്ച്. അതായത് 2 ആളുകൾ സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ കേൾക്കുന്നു. അത് മറ്റൊരാളോട് പറയുന്നതാണ് റിപ്പോർട്ടർ സ്പീച്ച്. അതായത് 4ാമതൊരാളോട് പറയുന്നതാണ്. 2 പേര് സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ കേട്ടിട്ട് 4ാമത്തെ ഒരാളോട് പറയുന്നതാണ് റിപ്പോർട്ടർ സ്പീച്ച്. എന്നൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഐ ആം സ്റ്റഡിങ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതെങ്ങനെ പറയാം? ഒന്നുകിൽ ഹി ആയിരിക്കാം, അല്ലെങ്കിൽ ഷീ ആയിരിക്കാം. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് സ്റ്റഡിങ് എന്ന് പറയാം. അതായത് അവൾ പറഞ്ഞു അവൾ പഠിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഐ വിൽ ഹെൽപ്പ് യു അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ വില്ല് വുഡ് ആവും. അതായത് ഹീ സെഡ് ദാറ്റ് ഹീ വുഡ് ഹെൽപ്പ് യു അങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഐ ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് നെക്സ്റ്റ് വീക്ക്. അത് എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ആൻ അപ്പോയിൻമെൻറ്റ് ദ ഫോളോയിങ് വീക്ക്. ഹാവ് ഹാഡാവും, അതുപോലെ നെക്സ്റ്റ് വീക്ക് എന്നുള്ളത് ഫോളോയിങ് വീക്ക് എന്നാണ് എഴുതേണ്ടത്. അതുപോലെ റിപ്പോർട്ട് പേജിൽ മാറുന്ന ചില വാക്കുകളാണ് നൗ ദെൻ ആവും, അതുപോലെ ടുഡേ ദാറ്റ് ഡേ ആവും, അതുപോലെ ഹിയർ ദെയർ ആവും, ദിസ് ദാറ്റ് ആവും, ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്നാവും. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ എന്ന് എഴുതും.
അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ റിപ്പോർട്ട് സ്പീച്ച് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്കും നേടാൻ പറ്റും. ഇനി അടുത്തത് പാസേജാണ്. പാസേജിൻ്റെ 5 മാർക്കിൻ്റെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ഫുൾ നേടാൻ പറ്റും. ആദ്യം നിങ്ങൾ പാസേജ് ഫുൾ വായിച്ച് നോക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ വായിക്കുക. ഈ ക്വസ്റ്റ്യനിൽ കണ്ട പല വാക്കുകളും പാസേജിലുണ്ടാവും. ക്വസ്റ്റ്യനകത്തുള്ളത് പല വാക്കുകളും പാസേജ് ഉണ്ടാവും. നിങ്ങൾക്ക് ആൻസർ ശരിക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ശരിക്കും ആൻസർ എഴുതുക. ഇനി ഒന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ ആ ക്വസ്റ്റ്യനിലുള്ള ഭാഗം പാസേജിലുള്ള ആ ഭാഗം എടുത്തെഴുതുക. അങ്ങനെ നിങ്ങൾക്ക് പാസേജിൻ്റെ ഫുൾ മാർക്കും നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.